അമേരിക്കയുടെ 8 പട്ടാളക്കാർ ഹെലികോപ്റ്റർ വീണ് മരിച്ച സ്ഥലത്ത് തന്നെ അബ്ബാസ് അറാച്ചിക്ക് ഈ ഒരു ചർച്ചയ്ക്ക് പോകാനുള്ള തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു മരുഭൂമിയാണെങ്കിൽ കൂടെ അവിടുന്ന് തന്നെ എന്തുകൊണ്ടായിരിക്കും പുള്ളിയുടെ യാത്ര എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അത് അമേരിക്കയുടെ തോൽവിനെ കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഇനിയും നിങ്ങളെ തോൽപ്പിക്കും എന്നുള്ളൊരു സന്ദേശം കൊടുക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഉള്ളിലുള്ള ഉദ്ദേശം. എന്നും അമേരിക്കയുടെ വീക്ക് പോയിന്റുകളിലും അല്ലെങ്കിൽ വീക്ക്നെസ്സുകളിലും മാത്രമാണ് ഇറാൻ മറുപടി കൊടുത്തിട്ടുള്ളത്. ഇറാൻ വെറുതെ അതൊന്നും പറഞ്ഞിട്ടില്ല. ഇറാൻ കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ തോറ്റാലും നിങ്ങൾക്ക് ഒരു മുള്ളെങ്കിലും നിങ്ങളെ കൊണ്ട് ചവിട്ടിപ്പിക്കും എന്നുള്ള രീതിയിൽ അമേരിക്കയുടെ ഓരോ വീക്ക് പോയിന്റുകളിലോട്ടുമുള്ള ഓരോ മിസൈലുകളാണ് ഇറാൻ എന്നും വിട്ടിട്ടുള്ളത്. അതുതന്നെയാണ് ഇന്നലത്തെ ചർച്ചയുടെ സ്റ്റാർട്ടിങ്ങിലും കണ്ടിട്ടുള്ളത്. അപ്പം ഇന്നലത്തെ ചർച്ചാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. ഈ ചർച്ചയിൽ കാര്യപ്പെട്ട എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു പരീക്ഷണ ചർച്ച, എനിക്ക് തോന്നുന്നു ചർച്ചയുടെ മുമ്പിലുള്ള ഒരു ട്രയൽ ചർച്ച പോലെ മാത്രമാണ് ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഈ ചർച്ച വരുന്നതിന് മുമ്പ് വരെ ഇറാൻ പറയാനുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഇറാൻ്റെ നാഷണൽ ടി വികളിലും അതുപോലെ തന്നെ ഈ ട്വിറ്ററുകളിലും അവിടെയും ഇവിടെയൊക്കെ ഇട്ടങ്ങ് തീർന്നു. അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് പറയാനുള്ളത് ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ സൈറ്റിൽ കൂടെ കുറേ പറയും, കുറേ അത് പറയും, കുറേ ഇത് പറയും. പിന്നെ സൈനിക നടപടികൾ രണ്ട് കൂട്ടരും ഒരു സൈഡിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇറാൻ ചെറിയ ഒരു മീനല്ല എന്ന് അമേരിക്കയ്ക്ക് വ്യക്തത ഉള്ളതുകൊണ്ട് തന്നെയാണ്, അതായത് അമേരിക്കയ്ക്ക് വിഴുങ്ങാൻ പറ്റാത്തൊരു മീനൊന്നുമല്ല ഇറാൻ. അമേരിക്ക കൊണ്ട് പറ്റാത്ത മീനുകളൊന്നുമല്ല ഇറാൻ. ഇറാനെ വിഴുങ്ങാനൊക്കെ പറ്റും. പക്ഷേ വിഴുങ്ങുന്നതിന് മുമ്പ് 4 മുള്ള് അത് അമേരിക്കയുടെ തൊണ്ടയിലും കൊട്ടും, അമേരിക്കയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന സകലരുടെ തൊണ്ടയിലും ദേഹത്തും ഒക്കെ മുള്ള് തറയ്ക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇറാൻ ഇങ്ങനെ, അല്ലെങ്കിൽ അമേരിക്ക ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെനിസ്വലയിൽ പോയിട്ട് പൊക്കിയെടുത്ത പോലൊന്നും ഇറാൻ്റെ അടുത്തോട്ട് പോലും അടുക്കാണ്ട്, അല്ലെങ്കിൽ ഇറാൻ്റെ മിസൈൽ പരിധിയിൽ പോലും വരാത്ത രീതിയിൽ കപ്പലുകൾ, അല്ലെങ്കിൽ അർമഡ എന്ന് പറഞ്ഞിട്ടുള്ള കപ്പൽ വ്യൂഹം വരെ മാറി നിൽക്കുന്നതിനുള്ള റീസണും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് ചർച്ച വരെ എത്തിയിട്ടുള്ളത്. അപ്പം അതല്ലെങ്കിൽ എന്നെ കയറി അടിച്ച് തീർത്തൊരു കാര്യം മാത്രമായിരുന്നു. അപ്പം ചർച്ചയിൽ ഇന്നലെ കാര്യപ്പെട്ടതൊന്നും നടന്നിട്ടില്ല. ഇറാൻ്റെ പ്രതിനിധി അബ്ബാസ് അറാച്ചിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയോട് പറയുന്നു. അതുപോലെ തന്നെ സ്റ്റീവ് വിറ്റ്കോഫിന് പറയാനുള്ള കാര്യങ്ങൾ പുള്ളിയോട് പറയുന്നു. പുള്ളി ഇതൊക്കെ കേൾക്കുന്നു. ഇന്നാൾ ഇത് പറഞ്ഞിട്ടുണ്ട്, പരസ്പരം പറയുന്നു. അപ്പം ഒരു തീരുമാനത്തിലെത്തുന്നു. നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യണം, ചിന്തിക്കണം, ആക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഡിമാൻഡുകളൊക്കെ ഞങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് പഠിക്കണം, അതല്ലെങ്കിൽ ഞങ്ങളുടെ ഡിമാൻഡ് ഞങ്ങൾ മാറി നിൽക്കുന്നില്ല എന്ന് ഇറാൻ പറയുന്നു. ഇങ്ങനെയാണ് ഈ ചർച്ച മുന്നോട്ട് പോയിട്ടുള്ളത്. രണ്ടുപേരും പരസ്പരം കാണാണ്ട് ഒരു മറക്ക് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ഒരു മീഡിയേറ്റർ നടുവിൽ നിന്നിട്ട് ഒരേ സ്ഥലത്ത് നിന്ന് ഒരു ചർച്ച ചെയ്ത് തിരിച്ചുപോയി. ഈ ഒരു കഴിഞ്ഞ 2 ആഴ്ചയുടെ തുടക്കം മുതൽ നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞൊരു കാര്യം മനസ്സിലാവും. അമേരിക്ക അങ്ങോട്ട് തൊടുത്തു വിടുന്ന കപ്പലുകളായിക്കോട്ടെ, വിമാനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ വാക്കുകളായിക്കോട്ടെ, ട്രംപിൻ്റെ ഭീഷണികളായിക്കോട്ടെ, ഇറാൻ അതിന് തിരിച്ചുള്ള മറുപടികൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാവും. അമേരിക്കയുടെ തോൽവികളെ മുന്നോട്ട് കാണിച്ചിട്ടായിരുന്നു ഇറാൻ്റെ എല്ലാ മറുപടികളും. ഇപ്പം അമേരിക്ക പറയുകയാണ് ഞങ്ങളുടെ കപ്പൽ വ്യൂഹം അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുമ്പം ഇറാൻ പറയുന്നത് ഒരടി അടിച്ചാൽ ഞങ്ങൾ കംപ്ലീറ്റ് അങ്ങ് തീർത്തോളും. അത് അമേരിക്കയുടെ തോൽവിയാണ്. കാരണം അമേരിക്കയുടെ ബേസുകളാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉള്ളത്. ഞങ്ങൾ തീർക്കും എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ തോൽവിയാണ്. നിങ്ങൾ അവിടെ ഇത്ര ആളുകളെ കൊല്ലുന്നില്ലേ, അല്ലെങ്കിൽ ഇറാനിൽ നിങ്ങൾ ഇത്ര ആളുകളെ കൊന്നു തീർക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇറാൻ ചോദിക്കുന്നത് നിങ്ങൾ വിട്ട ആളുകളല്ലേ, ഞങ്ങൾ കൊന്നു തീർക്കുന്നു. അവിടെ അമേരിക്കയോ ഇസ്രായേലിനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. അതായത് അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന് എന്ത് പറയുന്നോ അതിനുള്ള മറുപടികൾ തന്നെ വെറുതെ വീമ്പിളക്കുന്ന മറുപടികളല്ല. അതിലൊക്കെ ഓരോ പൊരുളുകളുണ്ട്, ഓരോ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു നിരീക്ഷണ ഡ്രോൺ പോയ സമയത്ത് വെറും 8 ലക്ഷം രൂപ മാത്രം ചിലവുള്ള ഒരു ഡ്രോൺ പോണ സമയത്ത് 3 കോടിയുടെ മിസൈൽ വിട്ടിട്ടാണ് അത് അമേരിക്ക പൊട്ടിക്കുന്നത്. അമേരിക്കയുടെ തോൽവിയാണ് അവിടെ. അങ്ങനെ ഓരോ സെക്ഷനിൽ അമേരിക്കയുടെ തോൽവിനെ പുറത്തോട്ട് കാണിക്കില്ല, അമേരിക്കയുടെ വീക്ക്നെസ്സുകളെ പുറത്തോട്ട് കാണിക്കുന്ന രീതിയിലായിരുന്നു ഇറാൻ്റെ പ്രവർത്തനങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഇറാൻ ഓരോ സമയത്തും പേടിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആ പേടി അമേരിക്കയ്ക്കുണ്ട്. അമേരിക്ക പേടിക്കുന്നതിൻ്റെ കൂടെ അമേരിക്കയുടെ സകല എത്തിക്കണ്ണികളും അതിൻ്റെ കൂടെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അതാണ്. ഇന്നലത്തെ മീറ്റിങ്ങിൽ അബ്ബാസ് അറാച്ചി ഇറാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ നിന്നല്ലായിരുന്നു ഒമാനിലോട്ടുള്ള ഫ്ലൈറ്റ് കയറിയത്. അതാണ് അവിടെ ഏറ്റവും വലിയ അതുപോലും അമേരിക്കയുടെ തോൽവി കാണിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു ഫ്ലൈറ്റ്. അതായത് അബ്ബാസ് അറാച്ചി തബാസ് എന്ന് പറഞ്ഞിട്ടുള്ള മരുഭൂമി പ്രദേശമാണ് ഇറാനിലെ. അവിടെ നിന്നായിരുന്നു അബ്ബാസ് അറാച്ചി ഹെലികോപ്റ്ററിൽ ഇങ്ങോട്ട് ഒമാനിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഫ്ലൈറ്റ് റഡാറുകൾ തന്നിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് നമുക്കിത്. അതായത് തബാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ഒമാനിലെ. അറാച്ചിയുടെ വിമാനം പുറപ്പെട്ടിട്ടുള്ളത് ഈ തബാസ് എന്ന് പറഞ്ഞിട്ടുള്ള മരുഭൂമി പ്രദേശത്ത് നിന്നാണ്. ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡാറ്റ അത് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഈ തബാസിനൊരു ചരിത്രമുണ്ട്. അമേരിക്കയുടെ തോൽവി വിളിച്ചു പറയുന്ന ഒരു ചരിത്രമാണത്. അതായത് 1980കളിൽ അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഇറാൻ തടവിലാക്കേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടുത്തെ ആ ഒരു റെജീം ചേഞ്ചും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക അന്നൊരു ഓപ്പറേഷൻ നടത്തിയിരുന്നു. ആ ഓപ്പറേഷൻ്റെ പേരെന്തായിരുന്നു? ഓപ്പറേഷൻ ഈഗിൾ ക്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേഷൻ അമേരിക്ക നടത്തി.
ഈ അമേരിക്ക നടത്തിയ ഈ ഓപ്പറേഷൻ ഈ തബാസ് മരുഭൂമിയുടെ അവിടെ അമേരിക്കയുടെ ഹെലികോപ്റ്ററുകൾ വരുന്ന സമയത്ത് ഒരു മണൽക്കാറ്റ് വരുന്നു. അവിടെ ഈ ഹെലികോപ്റ്ററുകൾ പരസ്പരം കൂട്ടിമുട്ടി 8 അമേരിക്കൻ നാവികരാണ് അന്ന് മരിച്ചിട്ടുള്ളത്. 8 അമേരിക്കൻ നാവികരാണ് അന്ന് ആ ഹെലികോപ്റ്റർ എന്താ പറയുക അപകടത്തിൽ മരിക്കുന്നത്. അത് അമേരിക്കയുടെ ഒരു തോൽവിയായിരുന്നു. അങ്ങനെ ആ ഓപ്പറേഷൻ അന്ന് തോറ്റുപോയിരുന്നു അമേരിക്ക. അപ്പം ആ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ അമേരിക്കയായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് പോകുമ്പോൾ അതേ സ്ഥലത്ത് നിന്നിട്ടായിരുന്നു അബ്ബാസ് അറാച്ചി ഇന്നലെ ഒമാനിലോട്ട് യാത്ര ചെയ്തത്. അവിടെ അതായത് ഞങ്ങൾ വരുന്നുണ്ട്, നിങ്ങളെ തോൽപ്പിക്കാനാണ് വരുന്നത്, നിങ്ങൾ തോറ്റ സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്, നിങ്ങളെ തോൽപ്പിക്കാനാണ് ഞാൻ വരുന്നത് എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് ഒരു വാർ എന്താ പറയുക എന്താ പറയേണ്ടത് അത്തരത്തിലുള്ളൊരു കാര്യം അമേരിക്കയുടെ മനസ്സിലോട്ടും ലോകത്തിൽ ഇത് കാണുന്ന ആളുകളുടെ മനസ്സിലോട്ടും ഇട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു യാത്രയുടെ ഉദ്ദേശം തന്നെ. അവിടെ വന്ന് ഇനിയിപ്പം ഈ ഒരു ചർച്ച നല്ല രീതിയിൽ നടന്നില്ല, യുദ്ധത്തിലോട്ട് പോവുകയാണെങ്കിലും ഞാൻ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിച്ചിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടി കിട്ടിയിരിക്കുന്ന രീതിയിലായിരിക്കും ഞങ്ങളുടെ തീരുമാനങ്ങൾ എന്ന് അമേരിക്കൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു. നിങ്ങളൊരു കാര്യം ഓർക്കുന്നുണ്ടോ? അത് അബ്ബാസ് അറാച്ചി അവിടെ നിന്ന് പുറപ്പെട്ട് ഒമാനിലോട്ട് എത്തുന്ന സമയത്തിന് മുമ്പ് തന്നെ ഇന്നലെ ട്രംപ് മറ്റൊരു പ്രസ്താവനയും കൂടി ഇറക്കി. ഞാൻ എന്താ ഖമേനിനെ കൊല്ലാൻ പോവാണ്, ഇറാനിലുള്ള സകല ആളുകളും പൗരന്മാരും അവിടുന്ന് തിരിച്ചു കയറിക്കും, അതൊക്കെ പരിപാടി തീരും. ഇവിടെ ചർച്ചയ്ക്ക് 2 സ്ഥലത്ത് നിന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഇപ്പുറത്താണ് ട്രംപിൻ്റെ ഒരു പ്രസ്താവന. അത് കൊള്ളുന്നതാണ്. അറാച്ചി ഇവിടെ നിന്നാണ് പുറപ്പെട്ടത്, അല്ലെങ്കിൽ ഞങ്ങളുടെ തോൽവിയുടെ പ്രതീകാത്മകമായിട്ടുള്ള സ്ഥലത്തു നിന്നാണ് അറാച്ചി പുറപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ചിന്ത ഉള്ളിൽ വരുമ്പം ആ ഒരു പേഴ്സണൽ ഒരു കോംപ്ലക്സും ദേഷ്യം വരുമ്പോഴാണ് ഇങ്ങനത്തെ പ്രസ്താവനകൾ വിടുന്നത്. ഈ ട്രംപ് കഴിഞ്ഞ ദിവസങ്ങൾ ഓരോ ദിവസം ഓരോ പ്രസ്താവനകൾ വിടുന്നത് ഇറാൻ്റെ മറുപടി മേടിച്ചിട്ട്, അല്ലെങ്കിൽ ഇറാൻ കൊടുക്കുന്ന മറുപടി കണ്ടിട്ട് ഫ്രസ്ട്രേഷൻ കൊണ്ടിട്ടാണ് ട്രംപ് വിടുന്നത്. അതല്ലാണ്ട് ഒരു രാജ്യത്തിൻ്റെ അല്ല അമേരിക്കയുടെ താല്പര്യങ്ങളല്ലത്, അല്ലെങ്കിൽ അമേരിക്കൻ ഒരു എന്താ പറയുക ഒരു വൈറ്റ് ഹൗസ് അഡ്മിനിസ്ട്രേഷൻ്റെ ചിന്തകളല്ല. അയാൾക്ക് എന്ത് തോന്നുന്നു അതാ ചുമ്മാ അടിച്ച് വിടുന്നതാണ്. അതിലപ്പുറത്തോട്ടൊന്നുമില്ല പേടി അല്ലെങ്കിൽ ദേഷ്യം, ഇവന്മാർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ചെയ്യുന്നുണ്ടല്ലോ തോന്നൽ കൊണ്ട് പുറത്തോട്ട് വിടുന്ന വികാരങ്ങളാണ് പലതും. അപ്പം അതാണ് ഇന്നലെ ഞാൻ ഒരു ന്യൂസ് കണ്ട സമയത്താണ് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയത്. ഈ ഒരു കാര്യം കണ്ട സമയത്ത് അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഓരോന്ന് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് അമേരിക്കയുടെ വീക്ക് പോയിന്റുകൾ വീക്ക്നെസ്സുകളായിരിക്കും ഇറാൻ്റെ മറുപടികൾ എപ്പോഴും കൊടുത്തുകൊണ്ടിട്ടുള്ളത്. ഇപ്പം ഇതിലൊരു രാഷ്ട്രീയ സന്ദേശമുണ്ട്. അതായത് ലോക ശക്തിയായിട്ടുള്ള അമേരിക്കയുടെ സൈനിക പരാജയത്തിൻ്റെ പ്രതീകാത്മകമായി ഇറാൻ തബാസ് എന്ന് പറഞ്ഞ സ്ഥലത്തിന് ബാക്കിയുള്ളവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ചർച്ചയ്ക്ക് തൊട്ട് മുമ്പുള്ള ഇത്തരം ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അമേരിക്കയ്ക്ക് നൽകുന്ന ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള മുന്നറിയിപ്പോ അല്ലെങ്കിൽ തങ്ങളുടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗമോ ആയിട്ടാണെന്നാണ് പല നിരീക്ഷകരും ഇതിനെ കോട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ന്യൂസ് കണ്ടപ്പം അത് നിങ്ങളോടൊന്ന് പറയാം, അല്ലെങ്കിൽ അതൊന്ന് ഒരു സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാത്തൊരു കാര്യമല്ലേ. അപ്പം അതുകൊണ്ട് അറിഞ്ഞിരിക്കുന്ന അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടായിരുന്നു അന്ന്, അതിങ്ങനെ സ്ഥലത്തു നിന്നായിരുന്നു, ഇവിടെ നിന്ന് തന്നെയാണ് ഈ ഒരു മീറ്റിങ്ങിൻ്റെ തുടക്കവും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പം ഇന്നലത്തെ എന്താ പറയുക വേറെ പുതിയ അപ്ഡേറ്റ് ന്യൂസുകളൊന്നും ഇല്ല ഇതിനെപ്പറ്റി. ഇങ്ങനെയാണ് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി എന്തോ അറിയില്ല, നമുക്ക് നോക്കാം. പുതിയ അപ്ഡേറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കിട്ടുന്ന രീതിയിൽ അത് കറക്റ്റായിട്ടുള്ള വാർത്തകളാണെങ്കിൽ നമ്മൾ ചെയ്യും. അതല്ലെങ്കിൽ വെറുതെ എന്താ പറയുക തള്ളാനൊന്നും വന്ന് ഒരു വാർത്തയും ചെയ്തിട്ടില്ല. അപ്പോൾ കൂടുതൽ ആളുകൾ ഒന്ന് എന്താ പറയുക കാണുന്ന സമയത്ത് തന്നെ നിങ്ങളൊന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഇനി കാണുന്ന ആളുകൾ നമ്മളെ ഫോളോ ചെയ്യാത്ത അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ട്, അതുകൂടെ ചെയ്യണം. ഇപ്പം കുറച്ചുകൂടെ ഒരു എന്താ പറയുക നമുക്ക് ആ ഒരു റീച്ചിലോട്ട് എത്തണമെങ്കിൽ, സത്യം റീച്ചിലോട്ട് എത്തുമ്പോൾ എനിക്ക് ബെനിഫിറ്റ് ഉണ്ട്, അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെ പറയുന്നത് ബെനിഫിറ്റ് ഉണ്ട്, ഇല്ലാത്ത കാര്യമൊന്നുമല്ല ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എല്ലാ രീതിയിലും മുന്നോട്ട് വേണം.